നീളവാകയിൻ പ്രതാപം കഷ്ടത മാത്രം. ഓ എൻ പ്രയാണകാലം നാലു വിരൽ നീളവാകയിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നുവേനോടു ചേരും മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടുമെന്നും. ഓ ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടോ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമപ്പാൻ. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാൻ. ഓ നിൽക്കും നഗരം ഇല്ലിവിടെ പോർക്കളത്തിൽ അത്രേ നാം നിൽക്ക വേണ്ട. പോരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. ഓ നിൽക്കും നഗരം ഇല്ലിവിടെ പോർക്കളത്തിൽ അത്രേ നാം നിൽക്ക വേണ്ട. പോരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. ഓ അല്പകാലം മാത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കടന്നു വന്ന സമയം മുതൽ വ്യത്യസ്തങ്ങളായ നിലകളിൽ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ആമേ സാക്ഷ്യങ്ങളിലൂടെ ആലോചനകളിലൂടെ ആമേ പ്രത്യാശ നൽകുന്ന സാക്ഷ്യങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ചെറിയ ആയുസേ ഉള്ളൂ, അത് വേഗം എന്ത് ചെയ്യും, നമ്മൾ തീരും, നമ്മളെല്ലാവരും പറന്നു പോകും. ആ നിത്യതയെ മനസ്സിൽ എപ്പോഴും കരുതിക്കൊണ്ട് വേണം നമുക്ക് നമ്മുടെ ജീവിത ശ്രദ്ധയോടുകൂടെ ജീവിച്ച് തീർക്കുവാനായിട്ട്. ഒരു വേദവാക്യം വായിച്ചിട്ട് കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് കടക്കാം. 1 കൊരിന്ത്യർ 16-ാമത്തെ അധ്യായം, 1 Corinthians chapter 16. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ. Be watchful, stand firm in faith, act like men, be strong, let all that you do be done in love. താഴോട്ട് വരുമ്പോൾ നമുക്ക് അതിന് 23-ാമത്തെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ കർത്താവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സകല ചിന്തകളും നമ്മുടെ ജീവിതത്തിന്റെ സകല പ്ലാനിങ്ങുകളും ഈ ഒരു അവയർനെസ്സിൽ വേണം ചെയ്യേണ്ടതിനായിട്ട്. Our Lord is coming. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? വരുന്നു. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നാം അതിനു വേണ്ടി ആ രീതിയിലാണോ നാം ജീവിക്കുന്നത്? അത് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മെ ഏറ്റവും അധികം ആനന്ദിപ്പിക്കുന്ന ഘടകം കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ്, കർത്താവിനെ മുഖാമുഖം കാണും എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞൊരു പ്രത്യാശ നമുക്കില്ല. ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകുന്ന ദൈവം കൂടെയാണ്. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? വരും. നാം അവനോടുകൂടെ നിത്യ യുഗങ്ങൾ ചെലവഴിക്കും. പക്ഷെ കർത്താവ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മയെല്ലാം ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് കുറെ അനുഗ്രഹങ്ങളുടെ ഉപഭോക്താക്കളായി, ആസ്വാദകരായി ഇവിടെ അങ്ങനെ ജീവിച്ചു തീരാനായിട്ടല്ല, മറിച്ച് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് കേവലം ഗുണഭോക്താക്കളായിട്ടല്ല, കാര്യസ്ഥന്മാരായിട്ടാണ്. അപ്പം ആമയും പറഞ്ഞ്, നിങ്ങൾ ആമയും പറയുന്നത് അനുസരിച്ച് എനിക്ക് ബാക്കി പ്രസംഗിക്കാൻ കൂടുതൽ പ്രസംഗിച്ചിട്ട് കർത്താവിനെ മേശ നടത്തണം. പ്രൈസ് ദി ലോർഡ്. PVP നടത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് നിർബന്ധമില്ല. സ്വതന്ത്രം. അപ്പൊ അങ്ങോട്ട് നോക്കിക്കേ. അപ്പോ നമ്മളെല്ലാം ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്റ്റുവേർഡ്സ് ആയിട്ടാണ്, കാര്യസ്ഥന്മാരായിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത്.
ഇവിടെ നമ്മൾ ആസ്വദിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് നാം നമുക്ക് വേണ്ടി ജീവിച്ച് ഇവിടെ കെട്ടടങ്ങുകയല്ല. ഒരു ദിവസം ദൈവം നമ്മോട് കണക്ക് ചോദിക്കുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. പ്രൈസ് ബി ടു ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. വളരെ ഗൗരവമുള്ള വളരെ കാര്യങ്ങൾ ആ ലേഖനത്തിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. എന്നാൽ 16-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തീയ കാര്യവിചാരകത്വത്തോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായി കണക്കാക്കേണ്ട 3 കാര്യങ്ങൾ. അതിൽ 1-ാമത്തെ കാര്യം ആദ്യത്തെ 4 വാക്യങ്ങളിൽ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ പുലർത്തേണ്ട വിശ്വസ്തതയെക്കുറിച്ചാണ്. അവിടുത്തെ പശ്ചാത്തലം ഒരു വാക്കിൽ ഞാൻ പറയാം. യെരുശലേമിലെ സഭയിൽ ദരിദ്രാവസ്ഥയുണ്ടായി. ഈ അവസരത്തിൽ അവരെ സഹായിക്കാനായിട്ട് എല്ലാ സഭകളും ചേർന്നുകൊണ്ട് ഒരു കളക്ഷൻ എടുക്കുകയാണ്. നമ്മുടെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ നിൽക്കുക. നമുക്കൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇവിടെ ദൈവദാസന്മാരൊക്കെ പറഞ്ഞതുപോലെ അന്യോന്യ ഭാരങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞേ, അന്യോന്യ ഭാരങ്ങളെ ചുമക്കണം. പ്രിയ ജോർജിന്റെ മരണമുണ്ടായി. നമ്മളെല്ലാം അത് ബാധിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ തൊടാതെ പോകുന്ന പാർട്ടികൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്വത്രം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ന് വരെ നിങ്ങൾ IPC ശ്രീകാര്യ സഭയിൽ അംഗമായിട്ടില്ല എന്നുള്ളതാണ്. സത്യമായിട്ടും സഭാംഗമാകുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഭാഗമാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ ഒരവയവത്തിന് നോവുമ്പോൾ ശരീരം മുഴുവനാണ് വേദനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേദന അഭിനയിക്കേണ്ട. എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിങ്ങളെ കർത്താവ് സഭയോട് ചേർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കത്രിമേശയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. കാര്യം ഈ ശരീരത്തിനാണ് കത്രിമേശ കേട്ടോ. ചിലർക്ക് വിചാരിക്കുന്ന കത്രിമേശ എന്ന് പറഞ്ഞാൽ മറ്റേ ദുരിതേഷ്ട പറഞ്ഞാൽ മുറിച്ച് കൊടുക്കുക. അങ്ങനെ മുറിച്ച് കഴിക്കുന്നതല്ല ഇത്. അപ്പം ഒന്നാകയാൽ പറഞ്ഞേ പലരായ നാം ഒരു ആമേൻ പറഞ്ഞേ. പ്രൈസ് ലോർഡ്. ഒറ്റപ്പെട്ട് നടക്കുന്നവർക്കുള്ളതല്ല കർത്താവിന്റെ മേശ. ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ഒരു പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ നമുക്ക് അന്യോന്യം ഒരു ഉത്തരവാദിത്വം, ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ദേശത്ത് ഈ സഭയിൽ ദൈവം നമ്മെ ചേർത്ത് നിർത്തുന്നെങ്കിൽ ഈ സഭയിലെ സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷങ്ങളാണ്. ഈ സഭയിലെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങളാണ്. അത് തിരിച്ചറിയണം. ഇതൊരു അഭിനയമോ താതാത്മ്യപ്പെടലോ അല്ല, ഇതൊരു റിയാലിറ്റിയാണ്. എത്ര പേരിനോട് ചേർന്ന് എഗ്രി ചെയ്യുന്നുണ്ട്? നമ്മൾ എംപതൈസ് ചെയ്യുമല്ല, നമ്മൾ അഭിനയിക്കുമല്ല, നമ്മുടെ ഉള്ളിൽ അത് അനുഭവിച്ച് അതിനോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെ യെരുശലേം സഭയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവരെ സഹായിക്കുക എന്നുള്ളത് ഓരോ സഭാംഗത്തിന്റെയും ഉത്തരവാദിത്വമാണ്. സ്തോത്രം. അതിനൊരു കളക്ഷനൊക്കെ എടുക്കുന്നുണ്ട്. ഒരു 3-4 കൂട്ടം കാര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു വാചകത്തിൽ പറഞ്ഞ് അവസാനിക്കാം. അവിടെ ഈ കളക്ഷനൊക്കെ എടുക്കുമ്പോൾ ചില ആളുകൾ ഈ സഭയിലെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും, വേണ്ട സഹായം കൊടുക്കില്ല എന്ന്. എൻ്റെ പൊന്നച്ച അമ്മാമ്മേ, നമുക്ക് ആർക്കും സഹായിക്കാനൊന്നും നോക്കിയല്ല. ഇത് കർത്താവിൻ്റെ വിലയുള്ള ബന്ധം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സഹായം കൊടുക്കലല്ല, മറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആരാധനയാണ് അല്ലേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എൻ്റെ വരവ് ചെലവ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇടപെടുന്നുണ്ട്. അത് ദൈവസ്ഥാനത്തിൽ സുഗ്രാഹ്യമായ യാഗം. ഒരാമയും പറഞ്ഞേ, അരോമ അക്സെപ്റ്റബിൾ ബിഫോർ ദ ലോർഡ്. ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഒരു യാഗം. ഒരാമയും പറഞ്ഞേ. ഹലോ, ദൈവ രാജ്യത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരു പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഒരു ആരാധനയാണ്. ഒരാമയും പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ കാര്യങ്ങളെ ഭംഗിയായിട്ട് നടത്താൻ ശക്തനാണ്. അതിന് കാക്കയെ കൊണ്ടോ ഒക്കെ പോറ്റി പുലർത്താൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മൾ ആരും അതോർത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തത പുലർത്തുന്നിടത്താണ്. അതൊരു കാര്യവിചാരകത്വത്തിൻ്റെ ഘടകമാണ്. അവിടെ വായിക്കുന്നുണ്ട്, ആഴ്ചവട്ടം തോറും എന്ത് ചെയ്യണം. അപ്പോൾ അതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ചില സഭക്കാർ പറയുന്നത് അങ്ങനെയൊന്നും സിസ്റ്റമാറ്റിക് ഒന്നുമില്ല, അവനൊരു ബോധിച്ച പോലല്ല സിസ്റ്റമാറ്റിക്. അടുത്ത പിന്നെ വായിക്കുന്നുണ്ട്, അത് യോഗ്യമാണെങ്കിൽ ഞാനും കൂടെ പോകാമെന്ന് പറയുമ്പോൾ ആ കണക്കിൻ്റെ അകത്തൊരു ആക്യുറസി ഉണ്ട്. അയ്യോ, സ്വത്രാഴ്ച എണ്ണാമോ, ദശാംശം കടലാസിൽ എഴുതാമോ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവസഭയുള്ള ബന്ധത്തിൽ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ എന്തുണ്ട്? ഒരു കണക്കുണ്ടെന്ന്. ഒരാമയും പറഞ്ഞേ. ഹലോ, ശരിക്കും വേദപുസ്തകത്തിന്റെ പ്രിൻസിപ്പിളിൽ യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസ്ത് സഭ.
എന്ന് പകൽ അന്തസ്സോടെ ഞാൻ പറയും, IPCക്ക് പല കുറവുകളുണ്ടെങ്കിലും വേദപുസ്തകത്തോട് ചേർത്ത് വെച്ച് സഞ്ചരിക്കുന്ന ഒരു സഭയാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. ആ സഭയിൽ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിന് ഞാൻ നന്ദിയോട് സ്തോത്രം പറയുകയാണ്. വിശുദ്ധി കുറഞ്ഞതല്ലേ, കറക്റ്റാണ്. അതുപോലെ തന്നെ മറ്റു സഭകളും അതേ രീതിയിൽ സഞ്ചരിക്കുന്നവ തന്നെയാണ്. ഒരാമയം പറഞ്ഞേ. അങ്ങനാണെങ്കിൽ ഭൗതിക കാര്യത്തിൽ എന്തുണ്ട് പറഞ്ഞേ? ഒരു കാര്യ വിചാരകത്വം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. രണ്ടാമത് 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എനിക്ക് വലുതും സബലകരവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും വളരെ ഉണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, രണ്ടാമത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, ദൈവ കണക്ക് ചോദിക്കും. ഏത് കാര്യത്തിലാണെന്നറിയാമോ? ദൈവം നമുക്ക് തന്ന അവസരങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിന്. ഒരാമയും പറഞ്ഞേ. ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളുണ്ട്. സഭാംഗമായിരിക്കാൻ ദൈവം തന്ന അവസരമാണ്. നിങ്ങൾക്ക് ജോലി കിട്ടിയെങ്കിൽ അതൊരു അവസരമാണ്. ഒരു സുവിശേഷകനാണെങ്കിലും സുവിശേഷകയാണെങ്കിലും. ആ ദൈവദാസൻ പറഞ്ഞ കേട്ടില്ലേ, ഒരു വുമൺ പാസ്റ്ററാണ് പ്രസംഗിച്ചത്. ആ മനുഷ്യൻ കർത്താവിലേക്ക് വരാൻ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെയും കർത്താവ് എന്ത് ചെയ്യും പറഞ്ഞു? ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. ദൈവ സുവിശേഷം നന്നെങ്കിൽ അത് വിനിയോഗിക്കണം. വിളക്ക് കത്തിച്ച് പറയും കീഴ് വെക്കുകയല്ല, അത് തണ്ടുമേൽ വെക്കുമ്പോഴാണ് വീട്ടിലുള്ള എല്ലാവർക്കും അത് പ്രകാശിക്കുന്നത്. എല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത്, ഓരോരുത്തരെ ദൈവം വിളിച്ചിരിക്കുന്നത് ഓരോ ഉത്തരവാദിത്വങ്ങളുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തുറന്നു തരുന്ന വാതിലുകളെ ഓർത്ത് എത്ര പേർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും? നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും വാതിലുകൾ തുറന്നു വരത്തില്ല. എന്നാൽ ദൈവം തുറന്നു തരുന്ന വാതിലുകളുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇത് പറയുമ്പോൾ താൻ ഏഷ്യ മൈനറിൽ താമസിക്കുകയാണ്. എഫെസോസ് സഭയിലാണ് താൻ. എഫെസോസിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് കൊരിന്ത്യ ലേഖനം എഴുതിയെന്നാണ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏഷ്യ മൈനറിൽ എഫെസോസിലൊക്കെ പൗലോസ് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, പെട്ടെന്ന് ചുമ്മാ കയറി വന്ന് കാലെ തട്ടി കിട്ടിയ അനുഗ്രഹമൊന്നുമല്ല. 16-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഏഷ്യയിലേക്ക് പോകാൻ തനിക്ക് ആഗ്രഹമുണ്ടായി. സുവിശേഷത്തിന്റെ വാതില് തുറക്കേണ്ടതിനായി താൻ വിശ്വാസത്തോടെ ചൂടുവെപ്പാൻ ഒരുങ്ങുമ്പോൾ ദൈവം പറഞ്ഞു, അരുത്, നീ പോവാറായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, മാസിഡോണിയയിൽ നിന്ന് ടർക്കിയിലേക്ക് കയറി ഏഷ്യയുടെ വാതിലിലൂടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് കാലുകൾ വെക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവം പറയുകയാണ്, അരുത്. ആത്മാവ് വിലക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് സമയമായിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ വഴി മാറി സഞ്ചരിക്കുക. എപ്പോഴും നമ്മൾ ഓർക്കണം, ഇപ്പോഴും സാഹചര്യങ്ങളില്ല. ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന പ്രത്യേകമുള്ള പദ്ധതികളുണ്ട്. ഇന്ന് പകൽ ഞാൻ ഈ മെസ്സേജ് വെറുതെ പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, ഒരു നിയോഗത്തിലാണ് ഈ വചനം ഞാൻ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് ചില പ്ലാനിങ്ങുകളുണ്ട്. നമുക്ക് ദൈവം തന്ന കോമൺ സെൻസ് ഉണ്ട്. കോമൺ സെൻസ് ഉപയോഗിച്ച് ഈ പയ്യൻ +2 കഴിഞ്ഞു, അവന്റെ മനസ്സിൽ നീറ്റ് എഴുതണമെന്നുള്ള ചിന്തയുണ്ടായി. അവൻ 2 വട്ടം അത് അപ്പിയർ ചെയ്യുന്നു. അതൊന്നും ഒരു തെറ്റല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ നീറ്റ് ടെസ്റ്റിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. 720 മാർക്ക് കിട്ടിയ 62 കുട്ടികളുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ കള്ളത്തരമാണെന്ന് പറയുന്നെങ്കിൽ ഞാൻ പറയുന്നു അത് വളരെ അക്യുറേറ്റ് ആണ്. ഇന്നത്തെ കുട്ടികൾ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന പാർട്ടികൾ ആരെങ്കിലും കാലെടുത്ത് വെക്കുമ്പോൾ അതിന്റെ കണക്കെടുത്തോണ്ടേ കാല് വെക്കാവുള്ളൂ. ഈ പ്രാവശ്യം 62 ആണെങ്കിൽ അടുത്ത പ്രാവശ്യം 100-ലധികം കാണും. അത്ര ആക്യുറേറ്റ് ആണ് കുട്ടികൾ പഠിക്കുന്നു. പുസ്തകം തന്നെ മനഃപ്പാഠമാക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഹൈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് നടക്കത്തില്ല. മക്കളെ ഇങ്ങോട്ട് നോക്കിയേ, ഓരോന്നിനും അതിൻ്റെതായ അധ്വാനമുണ്ട്, അതിൻ്റെതായ അവസരങ്ങളുണ്ട്. എന്നാൽ ദൈവം നിനക്ക് തുറന്നു തരുന്ന അവസരങ്ങളെ വിനിയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കണക്കും ദൈവം നാളെ ചോദിക്കും. പൗലോസ് എഫെസോസിലേക്ക് ഏഷ്യൻ മൈനിലേക്ക് കാല് വെച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും യേശുവിൻ്റെ ആത്മാവ് തന്നെ വിലക്കിയിട്ട് മറ്റൊരു വഴിയായി മാസിഡോണിയയിലേക്ക് പറഞ്ഞു വിട്ടു. പൗലോസ് ആ വഴി യാത്ര ചെയ്യുക. എന്നാൽ നമുക്കറിയാം 19-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എഫെസോസിൽ എത്തുമ്പോൾ അതിനു മുമ്പ് 18-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരു, എൻ്റെ ഭാഷ പറഞ്ഞ ഒരു ബ്രദറുകാരൻ, ഒരു ഹാഫ് ബ്രദറുകാരനായ, ഫുൾ സുവിശേഷം കിട്ടാത്ത ആ വ്യാപാരത്തിലൊന്നും അനുഭവം ഇല്ലാത്ത ഒരാളാണ് അപ്പൊല്ലോസ്. അവിടെ കയറി ആദ്യം കള ഉരുക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അവിടെ നമുക്ക് അത്ഭുതപ്പെടുന്നുണ്ട്. അക്വിലായും പ്രിസ്കിലും ഒക്കെ ആണല്ലോ ഇയാളെ കറക്റ്റ് ചെയ്ത് ഇയാളെ ഒരു കൊച്ചു കൂട്ടായ്മയൊക്കെ അവിടെ ഉണ്ടാക്കി. ദൈവം അപ്പൊല്ലോസിനെ കൊണ്ട് എഫെസോസിൽ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കി. അതിനുശേഷം പൗലൂസിനെ കർത്താവ് പണിത് പൊക്കിയെടുത്തു. വെച്ചാൽ ഫിലിപ്പിയയിലെ അർദ്ധരാത്രിയിലെ കാരാഗ്രഹത്തിലെ വാസവും ആ പ്രാർത്ഥനയും കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ ഇളകുന്നതും താൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. പിന്നെ തെസലോനിക്കയിലേക്കുള്ള യാത്ര, അവിടുത്തെ വലിയ പ്രതിസന്ധി
പ്രതിസന്ധികൾ, പിന്നെ ഏദൻസിലെ പ്രസംഗവും ജ്ഞാനികളുടെ പുച്ഛം, ഇതെല്ലാം കൂടി അനുഭവിച്ച് ഇങ്ങനെ പല ലെവലിലൂടെ ഒക്കെ പുള്ളിയെ കടത്തി ഒരുക്കി രൂപാന്തരപ്പെടുത്തി ഒരു തരത്തിൽ എഫെസോസിലോട്ട് വന്നു കഴിഞ്ഞോണ്ട് ഈ മനുഷ്യനുണ്ടല്ലോ, ഇന്നത്തെ പുതിയ ഭാഷ പറഞ്ഞ വേറൊരു ലെവലിലാണ് വന്ന ഉടനെ ഇരിപ്പ് കണ്ടപ്പോൾ, കയ്യടി കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ പൗലൂസ് ഈ സഭയെ വന്നിരുന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഒരു 50% ആളുകളെ കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തിയാനെ. അച്ഛാ 20 കൊല്ലമായിട്ടും പ്രാപിച്ചില്ലല്ലയോ? സ്വോത്രം സ്വോത്രം സ്വോത്രം, പ്രൈസ് ദി ലോർഡ്. ആത്മശക്തി പ്രാപിച്ചോ? അന്യഭാഷ പറയുന്നുണ്ടോ? ഇവർ പറഞ്ഞു, അയ്യോ പാസ്റ്ററെ, ഞങ്ങൾ ആകപ്പാടെ കേൾക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സജി പാസ്റ്റർ ആശീർവാദം പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് കേൾക്കും. എനിക്കറിയത്തില്ല, നമുക്ക് ഈ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ എന്തോ ഒരു വിഷമാണെന്നറിയോ ചില ആളുകൾക്ക്. എനിക്കറിയത്തില്ല, ചില ഈ വേർപാടുകാരുടെ ഒരു പിടി സഭയ്ക്കകത്ത് കയറി വന്നിട്ടുണ്ട്. സഭയ്ക്കകത്ത് കുറെ ബുദ്ധിജീവികൾ പ്രസംഗ പീഠങ്ങളെ കീഴ്പ്പെടുത്തി ആത്മാവി തുടങ്ങിയിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന പല സഭകളും ഉണ്ട്. പക്ഷേ IPC ശ്രീകാര്യ സഭ ആത്മാവി തുടങ്ങി ആത്മാവിൽ ഇന്നും ചലിക്കുന്ന സഭയാണ്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് സ്വോത്രം പറയാൻ ഒക്കുമെന്ന്. ഞങ്ങൾ വിശ്വസിക്കുന്നു അന്യഭാഷകളില്, ഞങ്ങൾ വിശ്വസിക്കുന്നു രോഗശാന്തിയില്, ഞങ്ങൾ വിശ്വസിക്കുന്നു അത്ഭുതങ്ങളില്, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഇടപെടലുകളില്, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയില്, ഞങ്ങൾ വിശ്വസിക്കുന്നു രോഗശാന്തിയില്, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവ പ്രവൃത്തികളില്. ഹലോ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാനായിട്ടൊക്കും? അത് വന്നിരുന്ന് വെറുതെ പോവുകയാണോ? ഈ മനുഷ്യർ കൈവച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് ഇവരുടെ മേൽ വന്നു. പിന്നെ ഇങ്ങോട്ട് 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആഭിചാരകന്മാര് അവർ ആയുധം വെച്ച് പുസ്തകം വെച്ച് കീഴടങ്ങി ആകപ്പാടെ വലിയൊരു ആത്മീക ഉണർവുണ്ടായി. പൗലൂസിന്റെ നിഴൽ വീഴുന്നിടത്ത് രോഗശാന്തിയ, തന്റെ ഉത്തരീയം എടുത്തുകൊണ്ട് ഇടുന്നിടത്ത് കർച്ചീഫ് കൊണ്ട് ഇട്ടാൽ അതിൻ്റെ അകത്ത് പോലും ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പിച്ചു പറയണം, ഒരിടത്തേക്ക് നീ മൂവ് ചെയ്യുന്നതിന് മുമ്പ് ആ ദേശത്ത് ശുശ്രൂഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു എനേബിൾമെന്റ് ദൈവം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അകത്തിരിക്കുന്ന ചിലതിനെ നോക്കി ദൈവാത്മാവ് ദൂതായിട്ട് വിളിച്ചു പറയുക, വെപ്രാളപ്പെടരുത്, തത്രപ്പെടരുത്, വേഗതയ്ക്കാൽ വെക്കരുത്. ഇത് കേവലം യുക്തിയിൽ എടുക്കേണ്ട തീരുമാനമല്ല, ആത്മശക്തിയില് ദൈവ നിയോഗത്തില് നീ കാലെടുത്ത് വെക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ട്. എത്ര പേര് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആളുമാറിയ പൗലൂസ എഫെസോസിൽ അത്ഭുതത്തിന്റെ ഉപകരണമായി മാറിയത്. ആളുമാറുമ്പോൾ അത്ഭുതത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഇന്ന് പകൽ ആത്മാവിനെ തൊടുന്നെങ്കിൽ, ആത്മാവിനെ സ്പർശിക്കുന്നെങ്കിൽ നീ ആധാരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ഒരു മാറ്റത്തിനായുള്ള വിളിയായത്. Yes, 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 yes. അദ്ദുന റബന ജാരഗതുന അശംധര ദിബരഗടക ജഗന്ധരാദരാലബ അശൗഡ റീമ ഖടാരഗതുരംധരാദരാലബ. തെസലോനിക്കയിലും ബെരോവയിലും ഒക്കെ ന്യായപ്രമാണത്തിന്റെ അച്ചുവാലകം കീറി വ്യാഖ്യാനിച്ച പൗലൂസ്, ഏദൻസിൽ താർക്കീകന്റെ മെയ്വഴക്കം കാട്ടിയ പൗലൂസ്, ഇത് രണ്ടും പോരാ എഫെസോസിൽ മുന്നോട്ട് പോകാൻ. അവിടെ അർത്തമീസിന്റെ കുടിയിരിപ്പുണ്ട്, അവിടെ ആഭിചാരകന്മാരും മന്ത്രവാദികളും അരങ്ങുവാഴുന്ന ഒരിടമാണ്. അവിടെ ചുമ്മാ നടന്ന കാര്യം നടക്കത്തില്ല. അവിടെ കാര്യം നടക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകണം. ഒരു നിയോഗം ദൈവം നിനക്ക് തരിക. പ്രാർത്ഥിക്കാനുള്ളൊരു നിയോഗം, ഉപവസിക്കാനുള്ളൊരു നിയോഗം, കരയാനുള്ളൊരു നിയോഗം, നിശബ്ദമായി നിൽപ്പാനുള്ള നിയോഗം. യെസ്, ഒരു പ്രാർത്ഥിക്കാൻ ദൈവാത്മശക്തി വരുന്നത് വരെ, ഒരു നിയോഗം കിട്ടുന്നത് വരെ, ഒരു നാച്ചുറൽ ലെവലിലല്ല, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലില് ഇന്ന് പകൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ആത്മമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന പ്രാർത്ഥനക്കാരിനകത്ത് എഴുന്നേൽക്കണം. ആത്മമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ദൈവദാസന്മാർ, പ്രാർത്ഥന മനുഷ്യര് ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണെന്ന് അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്റ്റുവർഷിപ്പ് ആയത് വെറുതെ കേട്ട് കണ്ട് ആസ്വദിച്ച് മടങ്ങുകയല്ല. ദൈവം എനിക്ക് തന്ന വിഭവങ്ങളുടെ കണക്കൊരു ദിവസം ചോദിക്കും തമ്പുരാൻ. ദൈവം എനിക്ക് തന്ന അവസരങ്ങളുടെ കണക്ക് ചോദിക്കും തമ്പുരാൻ.
മറ്റൊന്നുണ്ട്, ആളുകളുടെ കണക്കുണ്ട് കേട്ടോ. തിമോത്തിയോസിനെ എടുത്ത് കൂക്കി പറയുക, തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുക. നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നിങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കണം. അപ്പല്ലോസിനോട് ഞാൻ ആവശ്യപ്പെട്ടു, ആമേൻ, കൊരിന്തിലേക്കൊന്ന് പോകാമോ? എന്നാൽ അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ വരുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ അവിടെ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് താൻ മാറി നിൽക്കുക. പിന്നെ ഇങ്ങോട്ട് കുറേ ആളുകളുടെ ഒക്കെ പേര് പറയുന്നുണ്ട്. ഒന്ന് പകൽ എപ്പോഴും നമ്മൾ ഓർക്കണം, ദൈവം മക്കളെ, ഹല്ലേലൂയ, ദൈവം കണക്ക് ചോദിക്കും. ആമേൻ. ദൈവം തന്ന വിഭവങ്ങളുടെ, അവസരങ്ങളുടെ, ദൈവം നമ്മളുമായിട്ട് ബന്ധിപ്പിച്ച വ്യക്തികളുടെ കണക്ക് ദൈവം ചോദിക്കും കേട്ടോ. ദൈവം കണക്ക് ചോദിക്കുമെന്ന്. ഹല്ലേലൂയ. പണത്തിൻ്റെ മാത്രമല്ല, അവസരങ്ങളുടെ കണക്ക് ചോദിക്കും. അവസരം കണക്ക് ചോദിക്കും. ഒരു ഓഫീസ് ദൈവം തന്നെ പ്ലേസ് ചെയ്യുമ്പോൾ, ഒരു വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ, നീ ഇടപെടുന്ന ഓരോ മേഖലകളിൽ ദൈവം ചില പർപ്പസിലാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. എസ്തേറിനോട് മൊർദെഖായി അതല്ലേ പറഞ്ഞത്, നീന്നെ ഈ സമയത്തേക്കാണ് ദൈവം ആക്കി വെച്ചത്. നീ ഇപ്പോൾ മൗനമായിരുന്ന രക്ഷ എവിടുന്നെങ്കിലും വരും എന്ന നീ ഉത്തരവാദിയായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്. വിഭവങ്ങളുടെ കണക്ക് മാത്രമല്ല, അവസരങ്ങളുടെ കണക്ക് കൂടെ ചോദിക്കും, വ്യക്തികളുടെ കണക്ക് ചോദിക്കും. ഇന്ന് പകൽ അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആമേ, നമ്മുടെ കർത്താവ് വരാറായി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാണ്, നമ്മുടെ കർത്താവ് വരാറായി, കർത്താവ് വരാറായി. അവൻ കണക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ, ആമേ, ബുദ്ധിയുള്ള, ഹല്ലേലൂയ, കാര്യസ്ഥരായി കാര്യവിചാരകത്വത്തിൽ നിൽപ്പാൻ നമുക്ക് കഴിയട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാണ് കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ കൈനീട്ടാൻ പോവുക. ആമേ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിൽ പരമയാഗമായി തീർന്ന ദൈവപുത്രൻ, ആമേ, മരണത്തെ ഓർക്കുന്ന നിമിഷങ്ങളാണിത്. ആമേ, നമ്മുടെ ഓരോ ദിവസവും ഓരോ മിനിറ്റുകൾ നമ്മൾ ഓർക്കുന്നത് ക്രൂശിലെ സ്നേഹമാ. യേശു ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, തൻ്റെ രക്തം നമുക്കായിട്ട് ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ, ആമേ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാനോ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനോ നമുക്ക് സാധിക്കുമായിരുന്നില്ല. അവൻ്റെ അടിപ്പിണരുകളാണ് നമുക്ക് സൗഖ്യഹേതുവായി മാറിയത്. ലംഘനങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ ക്രിസ്തു, ആമേ, തന്നിലൂടെ ഉയർപ്പിച്ചെടുത്തെങ്കിൽ, ഇന്ന് പകൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ദൂരിയ കാൽവറി, 2 കള്ളന്മാർ നടുവില്, ആമേ, ഹല്ലേലൂയ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ട ദൈവപുത്രനെ നമുക്ക് ഹൃദയം കണ്ണുകൾ കൊണ്ട് കാണാം. മതകോടതികളിലും സിവിൽ കോടതികളിലും മാറി മാറി വിസ്തരിച്ചു. ഒട്ടു വളരെ കുറ്റങ്ങൾ കർത്താവിനെതിരായി ചുമത്തിയെങ്കിലും സാക്ഷിമൊഴികൾ ഒത്തുവന്നില്ല. ന്യായാധിപൻ പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഹെരോദ് അവനെ വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. പിലാത്തോസ് 2 വട്ടം വിസ്തരിച്ചു, ഗൗരവത്തോടെ, ഒരു കുറ്റവും കണ്ടില്ല. എന്നിട്ടും ആമേൻ, ഒരു അപരാധിയെ പോലെ യേശു കാൽവറിയിൽ പരമയാഗമായിട്ട് തീർന്നു.